പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷീബ ജോസഫ്. ഞാൻ അബാസിയിൽ നിന്ന് വരുന്നു. ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് 3 കുട്ടികളടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ OETയുടെ വിജയമാണ്. ഞാൻ ജൂലൈ 6-ാം തീയതി എക്സാം എഴുതി. ജൂലൈ 23-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. നിർഭാഗ്യവശാൽ എൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയില്ല, വിത്ത്ഹോൾഡ് ചെയ്തു. അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. ഒരാഴ്ച തൊട്ട് 1 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് മെയിൽ വന്നത്. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പരീക്ഷയ്ക്ക് പോയത്. ഇത് OETയുടെ ഒരു വിജയം എന്നത് എനിക്ക് വലിയൊരു അനുഗ്രഹമുള്ള കാര്യമാണ്. കാരണം ഞാൻ 2008 തൊട്ട് വർഷങ്ങളായിട്ട് പല പ്രാവശ്യം IELTS OET എഴുതിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം എഴുതിയത് എനിക്ക് തന്നെ കണക്കില്ല. അപ്പോൾ ഇതൊരു അവസാനത്തെ എഴുത്തുന്നുള്ള രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതി. ഞാൻ എഴുത്തില്ല, ഇതെന്താണെങ്കിലും ദൈവത്തിൻ്റെ ഹിതം, കിട്ടുവാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഇത് വിധമുണ്ടായത്. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്താണെങ്കിലും വരുന്ന സമയത്ത് വരട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ചു. 3 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു. 3 ആഴ്ച കഴിഞ്ഞിട്ടും ഒരനുഭവം ഇല്ലാത്തപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ച സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു, ശിവ, നമ്മളിത് 2 വർഷം എടുക്കണം, ചിലപ്പം അത് വരാതിരിക്കാം, അങ്ങനത്തെ ഹിസ്റ്ററിയും OETക്കുണ്ട്, അതുകൊണ്ട് 2 രീതിയിലും നമ്മളതിനെ നേരിടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല സങ്കടമായി. ഞാനപ്പോൾ ബാബുചേട്ടനെ വിളിച്ചു. ചേട്ടനോട് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം. ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും OETക്ക് ജയിക്കണം, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കരുത്. ഈശോയുടെ ഹിതം എന്താണ് അത് നിറവേറട്ടെ, അത് ഏത് രീതിയിലായാലും ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനത് അങ്ങനെ തന്നെ ഏറ്റെടുത്തു. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അത് ഇവിടെ സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ മാതാവിനോട് നേർന്നു. എനിക്കിവിടെ സാക്ഷ്യം പറയുമ്പോൾ ഒരു സാക്ഷ്യം പറയാൻ ഭയങ്കര ആഗ്രഹം തോന്നുമായിരുന്നു. കൃപാസന പ്രസാദപര മാതാവിനെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കൊന്ത ചെല്ലിയിരുന്ന് ഞാൻ സമ്പൂർണ്ണ ജപമാലയാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 15-ാം തീയതി രാത്രി ഞാൻ കിടക്കുമ്പോഴും റിസൾട്ട് വന്നില്ല. അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു, അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടും വന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, അത് ഈശോയുടെ ഹിതം, അതെന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു. എന്നാണേലും ഓഗസ്റ്റ് 16-ാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മെയിൽ തൊട്ടപ്പോൾ റിസൾട്ട് വന്നു. ഈശോയ്ക്കും മാതാവിനും മാതാവിനും 1000 നന്ദി.